ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കണ്ടുവരുന്ന ചില പ്രത്യേകതര ആചാരങ്ങളുണ്ട്, അതിനെപ്പറ്റിയാണ്. അതിവിടെ പറയാൻ കാരണം, ഇന്നലെ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പഴയൊരു സിനിമയുണ്ട്, സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞ സിനിമ. അതിൽ ചില മൂവി ക്ലിപ്സ് ഇങ്ങനെ വന്നപ്പോൾ അതിലൊരു സംഭവം കാണാനിടയായി. അപ്പം നമുക്ക് ഫസ്റ്റ് ആ ഒരു ക്ലിപ്പ് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ ഇതിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാല് അവര് ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി ഇങ്ങനെ ദിലീപ് ഒഴിഞ്ഞിടുകയാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അതൊരു കോമഡി ആക്കി ആ ഒരു ഇത് അങ്ങോട്ട് പോയി. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഇതുപോലുള്ള ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതായത് ഇപ്പൊ ഇതിൽ പറയുന്നത് നമ്മളിങ്ങനെ ഉഴിഞ്ഞുകൊണ്ടേ കനലിലോ അല്ലെങ്കിൽ അടുപ്പിലോ ഇട്ട് അത് ഭയങ്കരമായിട്ട് പുക വന്ന് ഇങ്ങനെ കത്തി കരിഞ്ഞ് പുകഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ണേറ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് പോകുമെന്നാണ് അവര് വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, കുറച്ച് ഉണക്കമുളകെടുത്ത് നമ്മൾ ഉഴിഞ്ഞുകൊണ്ട് കനലിലിട്ടെന്ന് വെച്ചു, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകയുന്ന സ്മെല്ലോ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ നമ്മൾ കുറച്ച് ഇതെടുത്ത് ഉഴിയാണ്ട് കൊണ്ടിട്ടാലും അത് പുകഞ്ഞ് സ്മെല്ല് വരും. അപ്പൊ പിന്നെ അതും ആചാരം തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ശരിക്കും എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോഴും എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? എനിക്ക് അതാണ് പെട്ടെന്ന് ഇതായത്. പിന്നെ അത് മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് മണ്ടൻ ആചാരങ്ങൾ ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ നാട്ടില്, കേരളത്തിൽ നിന്നല്ല നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ